ശിവേട്ടാ, പ്രകാശ് എന്നെ ഇവിടെ ഇരുത്തിട്ട് ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ. ഇതുവരെ കണ്ടില്ല. പോയിട്ട് ഒരുപാട് നേരമായി. എടി, എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടാവും. നീ മൊബൈൽ വിളിച്ചില്ലേ? ഫോൺ ദേ ഇവിടെ വെച്ചിട്ടാ പോയത്. ഫോൺ കയ്യിലുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. അവനൊരു ഡോക്ടറല്ലേ? എന്നെ രക്ഷിക്കാൻ വന്ന പോലെ ആർക്കെങ്കിലും ഒരു സഹായത്തിനായിട്ട് പോയതാണെങ്കിലോ? എന്നാലും ഇത്രയും സമയം ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ച് നീ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. അവനിങ്ങ് വന്നോളും. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് അന്വേഷിച്ചു പോയാലോ? അതിനൊക്കെ ഞാൻ പോയിക്കോളാം. അതിനാണല്ലോ ഞാൻ വന്നത്. തൽക്കാലം നീ വീട്ടിലേക്ക് പോ. ഞാൻ വേണമെങ്കിൽ ഓട്ടോ പിടിച്ചു തരാം. ഏട്ടാ, അത് വേണ്ട. ഞാനും കൂടെ ഏട്ടനൊപ്പം വരാം. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ പോയി നോക്കിക്കോളാം. പ്രകാശിനെ കൊണ്ടേ ഞാൻ വീട്ടിലേക്ക് വരും. അതുപോലെ ചന്ദ്ര ഒറ്റയ്ക്കിരുത്തിയിട്ട് അവനങ്ങനെ പോകുന്നതല്ലോ. അവൻ പെട്ടെന്ന് വരേണ്ടതാണല്ലോ. അപ്പൊ എന്തോ കാര്യമുണ്ട്. ഏട്ട എന്താ ആലോചിക്കുന്നേ? എടി, നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ പ്രകാശിനെ കൊണ്ട് വന്നിരിക്കും. ഏട്ടാ, ആദ്യം ആ ടെക്സ്റ്റൈൽസിലൊന്ന് കയറി നോക്കണേ. ഞാൻ കയറിക്കോളാം. നീ സമാധാനമായിട്ട് പോ. അയ്യോ പ്രകാശ്, ഈശ്വരം. എന്നാലും ഈ പ്രകാശ് എവിടെ പോയി? എന്താ വേണം? സാർ, അത് എനിക്ക് ഒരു പരാതി പറയാനുണ്ട്. അതെനിക്ക് CA സാറിനോട് പറയണം. CA സാർ സ്ഥലത്തില്ലല്ലോ. എന്നാലും പരാതി തരാലോ. പരാതി എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ആർക്കെതിരെയാ പരാതി? എന്റെ പരാതി ജില്ലാ കളക്ടർ ശാലിനിക്കെതിരെയാ. ഞാനേ കളക്ടറിന്റെ ചേച്ചിയാ, ശാരിക. സാറേ, ഇത് നോർമൽ അല്ലെന്ന് തോന്നുന്നു. മിണ്ടായിടോ. സർ, കളക്ടറുടെ ചേച്ചിയാണെന്നാ പറയുന്നത്.